ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അണിനിക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. ഒരു കുടുംബം ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ആ കുടുംബത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൽ 24-ാം വാക്യം, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയപ്പെടുന്ന കുടുംബജീവിതം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതമായിരിക്കും. ഒരു കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുന്നത് വിവാഹമെന്ന കൂദാശയിലൂടെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നടക്കുന്ന കാനാവിലെ കല്യാണ ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഭവനം ഒരു വിവാഹ ഭവനമായിരുന്നു. ആ വിവാഹം അനുഗ്രഹകരമായി തീരാൻ ഒന്നാമത്തെ കാരണം അവിടെ യേശുവും യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. 2 വ്യക്തികൾ തമ്മിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, പരിശുദ്ധാത്മാ മുഖാന്തരം ഒന്നായിത്തീരുന്നതിലൂടെയാണ് ഒരു കുടുംബം ആരംഭിക്കുന്നത്. ആ കുടുംബം ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നത് അവരുടെ വിവാഹം എന്ന കൂദാശ യേശുക്രിസ്തു മുഖാന്തരം ആശീർവദിക്കപ്പെടുന്നതുകൊണ്ടാണ്. വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കണമെന്ന് പരിശുദ്ധനായ പൗലോസ് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. വിവാഹം ഏറ്റവും പരിശുദ്ധമായിരിക്കണം എന്ന് പരിശുദ്ധനായ പൗലോസ് പരിശുദ്ധാത്മാ എഴുതിയിരിക്കുകയാണ്. അത് യേശു ഒന്നാം സ്ഥാനം നൽകുന്ന, യേശുവിന് ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു കുടുംബജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വിവാഹ കൂദാശയിലൂടെയാണ്. എന്നാൽ ഇന്ന് വിവാഹത്തിന് എന്തുമാത്രം, വിവാഹ കൂദാശയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഇന്ന് കുടുംബജീവിതത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം ലഭിക്കാത്ത ഒരു കാരണമാണ് അന്യജാതിയിൽ അന്യമതത്തിൽപ്പെട്ടവരുമായുള്ള വിവാഹ ജീവിതം. ഇത് പറയുമ്പോൾ വളരെ വേദനയോടെയാണ് ഇക്കാര്യം പറയുന്നത്. കാരണം ഇന്ന് അനേകം യുവതി യുവാക്കൾ വിവാഹം എന്ന കൂദാശയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്നില്ല. അതുമാത്രമല്ല, യേശുവിന് ഒന്നാം സ്ഥാനം നൽകാൻ കഴിയാതെ യേശുവെന്ന അടിത്തറയിൽ, യേശുവാകുന്ന മൂലക്കല്ലിൽ, യേശുവാകുന്ന പാറമേൽ കുടുംബജീവിതം പണിയപ്പെടുവാൻ ഇന്ന് പലരും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇന്ന് അനേകം യുവതി യുവാക്കൾ അന്യമതത്തിൽപ്പെട്ടവരുമായി സ്നേഹബന്ധത്തിലായി അത് പിന്നീട് രജിസ്റ്റർ മാരേജ് മുഖാന്തരം കുടുംബജീവിതത്തിലേക്ക് അനേകം പേര് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ നാളിൽ യുവതി യുവാക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു ധ്യാനത്തിൽ 200-ഓളം യുവതി യുവാക്കൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. ആ ധ്യാനത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്, തെറ്റായ സ്നേഹബന്ധമില്ലാത്തവർ മാത്രം കരമുയർത്താൻ പറഞ്ഞു. പരസ്യമായിട്ട് ചോദിക്കുമ്പോൾ അതെല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചിട്ട് ചോദിക്കുകയാണ്, തെറ്റായ സ്നേഹബന്ധം ഇല്ലാത്തവർ മാത്രം, ഇപ്പോൾ എനിക്ക് തെറ്റായ സ്നേഹബന്ധമില്ല എന്നുള്ളവർ മാത്രം കരമുയർത്താൻ പറഞ്ഞപ്പോൾ 200 പേര് ധ്യാനം കൂടുന്നതിൽ ഒരു 5-8 പേര് കരമുയർത്തി. ബാക്കി എല്ലാ യുവതി യുവാക്കളും തെറ്റായ സ്നേഹബന്ധത്തിന് അടിമയും. വീണ്ടും എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്, അന്യമതത്തിൽപ്പെട്ടവരുമായി സ്നേഹബന്ധമുള്ളവർ മാത്രം കരമുയർത്താൻ പറഞ്ഞപ്പോൾ ആ 200 പേര് ധ്യാനം കൂടുന്നതിൽ ഒരു പകുതിയിലധികം പേരും കരമുയർത്തിയിരിക്കുകയാണ്.
ഈ വചനം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, പ്രിയ യുവതി യുവാക്കളെ, നിങ്ങൾ ഇതിൻ്റെ ആഴം തിരിച്ചറിയണം. ഇന്ന് അനേകം മാതാപിതാക്കൾ അറിയുന്നില്ല തങ്ങളുടെ മക്കൾ തെറ്റായ ജീവിതം നയിക്കുന്നവരാണെന്ന്. അവർ മാതാപിതാക്കളുടെ മുന്നിൽ നല്ല മക്കളാണ്, അധ്യാപകരുടെ മുന്നിൽ നല്ല മക്കളാണ്. എന്നാൽ അവർ രഹസ്യ ജീവിതം പരിശോധിക്കുമ്പോൾ മാതാപിതാക്കൾ അറിയാത്ത തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ട്, തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ട്, അതും അന്യമതത്തിൽപ്പെട്ടവരുമായി തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ട് രഹസ്യമായി പാപത്തിൽ വീണ് കിടക്കുന്നവരാണ്. ഇത് ഇന്ന് അനേകം യുവതി യുവാക്കൾ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മൂലകാരണം പരിശോധിക്കുമ്പോൾ ഇന്നുള്ള മാധ്യമങ്ങൾ, മീഡിയകളെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏത് മീഡിയ നോക്കിയാലും, ഏത് മാധ്യമം നോക്കിയാലും അവിടെയെല്ലാം ഇതിന് പ്രോത്സാഹനമാണ് നൽകുന്നത്. തമ്മിൽ സ്നേഹിക്കുന്ന തെറ്റല്ല, തമ്മിൽ ഇഷ്ടപ്പെട്ടവരോടുകൂടെ ഒരുമിച്ച് ജീവിക്കുന്ന തെറ്റല്ല, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും വധു നന്നായാൽ മതി എന്നൊക്കെ പല പരസ്യ പ്രകടനങ്ങളും ഇന്ന് അനേക യുവതി യുവാക്കളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന സിനിമകൾ, TV സീരിയലുകൾ, ഇതെല്ലാം ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതിന് മാതൃകയായി കണ്ടെത്തുന്നത് ഇന്ന് സമൂഹത്തിൽ വളരെ വിലപ്പെട്ടവരായി മനുഷ്യൻ കാണുന്ന ചില വ്യക്തികൾ, അവരിഷ്ടപ്പെട്ട ഒരു വിവാഹം കഴിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ ഡൈവേഴ്സ് ചെയ്യുന്നു, ബന്ധം വേർപിരിയുന്നു. ഇന്ന് കുടുംബജീവിതത്തിന്, വിവാഹ ജീവിതത്തിന് ഒരു പ്രാധാന്യം നൽകാത്ത സമൂഹമാണ്. എന്നാൽ ഇത് ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൂദാശയാണ്. മനുഷ്യൻ ഏകനാണ്, നന്നല്ല എന്ന് കണ്ട് തക്ക തുണയെ ദൈവം ദാനമായി നൽകി. അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന, അതായത് ദൈവം സ്ഥാപിച്ചൊരു കൂദാശയാണ്. ഇതൊരു കൂദാശയാണെന്ന് പോലും ചിന്തിക്കാതെ സ്നേഹിച്ച് പ്രേമിച്ച് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഇറങ്ങിപ്പോകുന്ന അനേകം ക്രിസ്തീയ മക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് നാം കേൾക്കുമ്പോൾ പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കുരിശും വഹിച്ചുകൊണ്ട് ഗോകുൽത്താമലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വരുന്ന യെരുശലേം പുത്രിമാരോട് ഇങ്ങനെ പറഞ്ഞു: യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയും. ഇന്ന് നമ്മെ പ്രതി, നമ്മുടെ മക്കളെ പ്രതി കരയേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഇന്ന് അനേകം യുവതി യുവാക്കൾ വിവാഹത്തിനൊരു പ്രാധാന്യം നൽകാതെ, വിവാഹ ജീവിതത്തിന്, കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകാതെ ഇന്ന് സമൂഹത്തിൽ ചില പരസ്യങ്ങൾക്ക്, ചില പ്രബോധനങ്ങൾക്ക് അടിമപ്പെട്ട് തെറ്റായ ജീവിതം നയിക്കുക. കഴിഞ്ഞ നാളിൽ എത്രയോ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടതുകൊണ്ടാണിത് പറയുന്നത്. അനേകം മാതാപിതാക്കൾ സ്നേഹിച്ച്, ലാളിച്ച്, കൊഞ്ചിച്ച് വളർത്തിയ, ഏറ്റവും നല്ല ആഹാരം നൽകി, ഏറ്റവും നല്ല വസ്ത്രം നൽകി, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി, ചോദിക്കുന്നെല്ലാം നൽകി സ്നേഹിച്ച്, ലാളിച്ച്, കൊഞ്ചിച്ച് വളർത്തിയ മക്കൾ പറക്കമുറ്റാറായപ്പോൾ, പക്വതയായപ്പോൾ, ഇന്നലെ കണ്ട ചെറുക്കൻ്റെ കൂടെ, ഇന്നലെ കണ്ട പെണ്ണിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ വാവിട്ട് കരയുന്ന മാതാപിതാക്കൾ. ഇന്ന് വിവാഹബന്ധത്തിന്, കുടുംബജീവിതത്തിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത മക്കൾ. മാതാപിതാക്കളുടെ കണ്ണുനീര് ശാപമായി തലമുറയിലേക്ക് കടന്നു വരുവാൻ കാരണമായ ഒരു പ്രവൃത്തിയാണിതെന്ന് ചിന്തിക്കാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതം നയിക്കുന്ന അനേകം മക്കൾ. ഇവിടെ നാം തിരിച്ചറിയണം, വിവാഹം ഒരു കൂദാശയാണ്. ദൈവം സ്ഥാപിച്ചൊരു കൂദാശയാണ് വിവാഹം. ആ വിവാഹം മാന്യമായി സ്വീകരിക്കണമെന്ന്, അത് ദൈവവചനമനുസരിച്ച് യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടേണ്ട ഒരു കുടുംബജീവിതമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക. എന്നാൽ ദൈവഹിതത്തിനെതിരായി പാപത്തിനടിമപ്പെട്ട്, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട്, ജന്മം നൽകിയ മാതാപിതാക്കളെ വഞ്ചിച്ച്, അവരെ വേദനിപ്പിച്ച്, അവരെ കണ്ണുനീർ കുടിപ്പിച്ച്, സ്വന്തം സ്വാർത്ഥ മോഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ തലമുറയ്ക്ക് ഒരു ശാപമായി തീരുന്നു എന്ന് സത്യം തിരിച്ചറിയാതെ അനേകം യുവതി യുവാക്കൾ ഒഴുക്കിനനുസരിച്ച് ജീവിക്കുകയാണ്.
ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തിരിച്ചറിയുക, ഒരു കുടുംബജീവിതം യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിടണം. അത് വിവാഹം എന്ന കൂദാശയിലൂടെ മാത്രമായിരിക്കണം. വിവാഹം എന്ന കൂദാശയില്ലാതെ രജിസ്റ്റർ മാരേജ് ചെയ്തോ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരുവൻ്റെ കൂടെ ഒളിച്ചോടി എനിക്ക് തോന്നിയ മാതിരി ഞാൻ ജീവിക്കുന്നു, അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനത്തിനെതിരാണ്. യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിടാത്ത ഒരു കുടുംബജീവിതം തകർന്നു പോകും. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലമായ കാറ്റടിക്കുമ്പോൾ അത് തകർന്നു പോകും. അതിൻ്റെ വീഴ്ച അതിശക്തമായിരിക്കുമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുക. പലപ്പോഴും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തികൾ ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. മാതാപിതാക്കൾ മക്കളെ വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്നത് ഒത്തിരി പ്രതീക്ഷയോടെയാണ്. എന്നാൽ എത്ര മാതാപിതാക്കൾ കുഞ്ഞുനാൾ മുതൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, അതായത് നിനക്ക് ദൈവഹിതമല്ലാത്ത ഒരു ജീവിതം തിരഞ്ഞെടുക്കരുത്. ഇതിന് ഒരു മാതൃക അബ്രാഹാമാണ്. അബ്രഹാം തന്നെ മകനായ ഇസ്ഹാക്കിന് തൻ്റെ ജാതിയിൽപ്പെട്ട, തൻ്റെ വംശത്തിൽപ്പെട്ട ഒരു പങ്കാളി തിരഞ്ഞെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്ഹാക്ക് യാക്കോബിന് വേണ്ടി തിരഞ്ഞെടുത്തതും തൻ്റെ വംശത്തിൽപ്പെട്ട തൻ്റെ ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് പറയുന്നൊരു വാക്കുണ്ട്. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു, അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്, അന്യമതത്തിൽ നിന്ന്, അന്യജാതിയിൽ നിന്ന് നീ ഒരു ഭാര്യയെ സ്വീകരിക്കരുത് എന്ന് ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ആജ്ഞാപിക്കുകയാണ്. അവൻ കൽപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്, തൻ്റെ മകനോട് കൽപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്, നീ അന്യജാതിയിൽ നിന്ന് ഒരു ഭാര്യയെ നീ എടുക്കരുത്, സ്വീകരിക്കരുത്. ഇന്ന് മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യെരൂശലേം പുത്രിമാരോട് നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെ ചൊല്ലി, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയും. മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരിക്കുമ്പോൾ, അവർക്ക് നൽകേണ്ട കൽപ്പനകൾ, ആജ്ഞകൾ നൽകാതിരിക്കുമ്പോൾ അവർ വഴിതെറ്റിപ്പോകാൻ കാരണമായി തീരും. ഇവിടെ ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അവനെ ആജ്ഞാപിക്കുകയാണ്, നീ അന്യജാതിയിൽ നിന്ന് ഭാര്യ എടുക്കരുത്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇവിടെ വചനം പറയുകയാണ്, അവരുടെ പുത്രിമാരെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്യരുത്. അന്യമതത്തിൽപ്പെട്ട, അന്യജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയെ ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കുമ്പോൾ അതിന് കാരണം ഇവിടെ പറയുകയാണ്, അവരുടെ ദേവന്മാരെ, അവരുടെ ദൈവങ്ങളെ സേവിക്കാൻ, ആരാധിക്കാൻ കാരണമായി തീരും. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു, അവൻ അവരെ മെസോപ്പൊത്താമ്യയിലുള്ള രാജാവായ കൂശിൻ്റെ ഷാദീമിന് വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ ഇവിടെ ദൈവജനത്തെ പരീക്ഷിക്കാനൊരു കാരണം, അവരുടെ മക്കൾ അവർക്ക് ഇഷ്ടമുള്ള ജാതിയിൽപ്പെട്ടവരെ സ്വന്തമാക്കി. അതിന് 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. ഇതിന് കാരണം, അവർ അന്യദൈവാരാധനയ്ക്ക് കാരണമായി തരാൻ കാരണം അന്യജാതിയിൽപ്പെട്ടവരെ പങ്കാളിയായി സ്വീകരിച്ചു എന്നൊരൊറ്റ കാരണമാണ്. സത്യദൈവത്തെ ആരാധിച്ച ദൈവജനം, ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ ദൈവജനം ദൈവങ്ങളെ സേവിക്കാൻ, പൂജിക്കാൻ ഒരു കാരണം അവർക്ക് ഭാര്യമാരായിട്ട്, ഭർത്താക്കന്മാരായിട്ട് അന്യജാതിയിൽപ്പെട്ടവരെ തിരഞ്ഞെടുത്തുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ് ശലോമോൻ. എന്നാൽ ശലോമോൻ ദൈവകൽപ്പന ലംഘിച്ചു.
എങ്ങനെ? കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ 1 രാജാക്കന്മാർ അതിൻ്റെ 11-ാം അധ്യായം 1 മുതലുള്ള വാക്കിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ശലോമോൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെയും മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിദ്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു. നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. ശലോമോനാവട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, ശലോമോന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായതുപോലെ അവൻ അവിടുത്തോട് പരിപൂർണ്ണ വിശ്വസ്ത പാലിച്ചില്ല. ദൈവം ഒരു മനുഷ്യൻ്റെ വിശ്വസതയാണ് നോക്കുന്നത്. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എത്രമാത്രം വിശ്വസ്തതയുണ്ടെന്ന് ദൈവം നോക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ വിശ്വസ്ത നഷ്ടപ്പെടാനൊരു കാരണം അന്യദൈവാരാധനയാണ്. അതിന് കാരണം ഇവിടെ അന്യമതത്തിൽപ്പെട്ട അന്യജാതിയിൽപ്പെട്ടവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊരൊറ്റ കാരണമാണ്. ഇന്ന് സമൂഹത്തിൽ എത്രയോ യുവതിയുവാക്കളാണ് അന്യമതത്തിൽപ്പെട്ടവരുമായി സ്നേഹബന്ധത്തിലായി അത് വിവാഹബന്ധത്തിലേക്ക് കടന്നു വരാൻ കാരണമായി തീരുന്നു. ഇത് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവമുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വിശ്വസ്തത നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അന്യദൈവാരാധനയ്ക്ക് കാരണമായ ഒരു പ്രവൃത്തിയാണ് അന്യമതത്തിൽപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള തെറ്റായ സ്നേഹബന്ധം. അത് വിവാഹബന്ധത്തിൽ അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കണം. ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഒരു കുടുംബജീവിതമായിരിക്കണം. വീണ്ടും വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അന്യമതത്തിൽപ്പെട്ട വ്യക്തികളുമായിട്ടുള്ളൊരു ബന്ധം പാടില്ല. മാത്രമല്ല, ദൈവം അനുവദിക്കാത്ത ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ അനുവാദമില്ല. ദൈവം അനുവദിക്കാത്ത ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുമ്പോൾ ദൈവഹിതത്തിനെതിരാണ്. അവിടെ ദൈവം മഹത്വം എടുക്കേണ്ട പകരം പിശാച് അവിടെ മഹത്വം എടുക്കും. കുടുംബജീവിതത്തിൽ ഭിന്നതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരും. എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ദൈവം ജന്മം നൽകുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അതായത് ഞാനെന്ന വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചത് എൻ്റെ മാതാപിതാക്കളിലൂടെയാണ്. മാതാപിതാക്കളിലൂടെയാണ് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, ജോലി ഇതെല്ലാം ദൈവം മാതാപിതാക്കളിലൂടെയാണ് നൽകുന്നതെങ്കിൽ ആ വ്യക്തിക്കായി ദൈവം അനുവദിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തി കൊടുക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അപ്പോൾ മാതാപിതാക്കൾ അനുവദിക്കാത്ത, അംഗീകരിക്കാത്ത ഒരു വ്യക്തിയെ സ്നേഹിച്ച് പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത് അത് പാപമാണ്, ദൈവഹിതത്തിനെതിരാണ്. ഇന്ന് സ്നേഹിക്കുന്ന തെറ്റാണോ, സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന തെറ്റാണോ എന്ന് ചോദിക്കുന്ന അനേകം പേരുണ്ട്. സ്നേഹിച്ച് എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് നല്ലതെന്ന് തോന്നുന്ന, എന്നെ അറിയുന്ന, ഞാൻ അറിയുന്ന ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നു, അതിലെന്താ തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് ദൈവഹിതമാണോ, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന വിവാഹ ജീവിതമാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മാതാപിതാക്കൾ. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ മാത്രമല്ല ഒരു മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നത്, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകാൻ മാത്രമല്ല ദൈവം മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന എല്ലാം ദൈവം ആ മാതാപിതാക്കളുടെ തന്നെയാണ് നൽകുന്നത്. അതായത് ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, ഇനി ആ കുഞ്ഞിന് ജോലി ലഭിക്കേണ്ട സമയമാകുമ്പോൾ ജോലി ലഭിക്കുവാൻ ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളിലൂടെയാണ് അതുവരെ ദൈവം നൽകിയതെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന
കുടുംബജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ജീവിത പങ്കാളി ദൈവം കണ്ടെത്തി കൊടുക്കുന്നത് മാതാപിതാക്കളുടെ തന്നെയാണ്. ഇന്ന് പല യുവതിയുവാക്കളും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ലൈഫ് പാർട്ണർ ഞാനാണ് തിരഞ്ഞെടുക്കുന്നത്, എൻ്റെ ജീവിത പങ്കാളി ഞാനാണ് തിരഞ്ഞെടുക്കുന്നത്, എൻ്റെ പങ്കാളി ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ല, ദൈവമാണ് നിൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്. അതിനെ കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 22-21 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാര്യലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. ഇവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ വാരിലെടുത്ത് സ്ത്രീക്ക് ജന്മം നൽകുകയാണ്. അതായത് ഒരു ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വാരിയലാണ്, ഒരു പുരുഷൻ്റെ ഒരു വാരിയലാണ് സ്ത്രീ. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷന് ദൈവം സൃഷ്ടിച്ച സ്ത്രീ ആരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതായത് ഒരു മനുഷ്യൻ്റെ അവൻ്റെ ജീവിത പങ്കാളി ആരാണെന്ന്, ദൈവം അവന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ജീവിത പങ്കാളി ആരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. കാരണം ഈ കുഞ്ഞിന് ജന്മം നൽകാൻ, ഈ വ്യക്തിക്ക് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത മാതാപിതാക്കളെയാണെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, ജോലി ഇതെല്ലാം മാതാപിതാക്കളിലൂടെ തന്നെയാണ് ദൈവം നൽകിയതെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്ന പങ്കാളിയെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ അനുവദിക്കാത്ത, മാതാപിതാക്കൾ അംഗീകരിക്കാത്ത ഒരു വ്യക്തി ജീവിത പങ്കാളിയായി സ്വീകരിക്കുമ്പോൾ ദൈവഹിതമല്ല. ഇന്ന് വിദ്യാഭ്യാസം, വസ്ത്രം, ആഹാരം ഇതെല്ലാം മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിച്ചിട്ട് മാതാപിതാക്കൾ കണ്ടെത്തി കൊടുക്കുന്ന ജീവിത പങ്കാളിയെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് ദൈവഹിതത്തിനെതിരാണ്. മാതാപിതാക്കൾ അംഗീകരിക്കാത്ത, മാതാപിതാക്കൾക്ക് എതിരായിട്ടുള്ള, അവരുടെ ഇഷ്ടത്തിനെതിരായിട്ടുള്ള ഒരു വ്യക്തിയെ നാം സ്വീകരിക്കുമ്പോൾ അത് ദൈവഹിതത്തിനെതിരാണെന്ന് തിരിച്ചറിയണം. അതുമാത്രമല്ല, ഒരു വ്യക്തി, ഒരു പുരുഷന് തൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ഒരു വാരിയലായിട്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പുരുഷനേക്കാൾ പ്രായം കൂടിയ ഒരു സ്ത്രീയെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ അത് ദൈവഹിതത്തിനെതിരാണ്. ദൈവഹിതത്തിനെതിരായിട്ടുള്ള ഒരു കുടുംബജീവിതം, അവിടെ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടും. ദൈവവചനത്തിനെതിരായിട്ട് ഒരു ജീവിത പങ്കാളി സ്വീകരിക്കുമ്പോൾ അവിടെ പിശാച് മഹത്വമെടുക്കും. ദൈവത്തിന് 1-ാം സ്ഥാനം നൽകേണ്ട, ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കേണ്ട കുടുംബജീവിതം പിശാചിൻ്റെ കയ്യിലൊരു പണിപ്പുരയായി മാറും. ഇന്ന് ദൈവഹിതമനുസരിച്ചാണോ എൻ്റെ കുടുംബജീവിതമെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന യുവതിയുവാക്കൾ തീരുമാനമെടുക്കണം, ദൈവഹിതത്തിനെതിരായി ഞാനൊരു ജീവിത പങ്കാളി സ്വീകരിക്കുകയില്ല. എൻ്റെ മാതാപിതാക്കൾ അംഗീകരിക്കാത്ത, അനുവദിക്കാത്ത, അവരുടെ ആശീർവാദമില്ലാത്ത ഒരു ജീവിത പങ്കാളിയെ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കണം. അതുമാത്രമല്ല, പുരുഷനേക്കാൾ പ്രായം കൂടിയ സ്ത്രീയാണ് ഭാര്യയായി സ്വീകരിക്കുന്നതെങ്കിൽ ദൈവഹിതത്തിനെതിരാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പുരുഷന് വേണ്ടി പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചതെങ്കിൽ പുരുഷനേക്കാൾ പ്രായം കൂടിയ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ദൈവവചനമനുസരിച്ച് തെറ്റാണെന്ന് ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം അത് വിവാഹം എന്ന കൂദാശയാണെങ്കിൽ ആ വിവാഹം എന്ന കൂദാശ എത്രമാത്രം പരിശുദ്ധമായിട്ടാണ്, പവിത്രമായിട്ടാണ് സ്വീകരിച്ചതെന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർ, കുടുംബജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ യേശുക്രിസ്തുവാകുന്ന മൂലക്കലിന്മേൽ, യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ മാതാപിതാക്കളെ അനുസരിച്ച്, മാതാപിതാക്കൾ അംഗീകരിക്കുന്ന, ആശീർവദിക്കുന്ന ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുക, അതിനായി സമർപ്പിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണോ? കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണോ? പരിശോധിക്കാം. നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിവാഹം എന്ന കൂദാശ
സ്വീകരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അനുദപിക്കാം, മാപ്പ് ചോദിക്കാം. യേശുക്രിസ്തുവാകുന്ന അടിത്തറയിൽ, യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ, യേശുവാകുന്ന പാറമേൽ നമ്മുടെ കുടുംബജീവിതം പണിയുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. ബാറക്കമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, മണലിന്മേൽ പണിയപ്പെട്ട ഭവനം അത് കാറ്റടിച്ചപ്പോൾ, വെള്ളം ഉയർന്നപ്പോൾ അത് ശിഥിലമായി, ഛിന്നഭിന്നമായി, അതിൻ്റെ വീഴ്ച അതിശക്തമായിരുന്നു എന്ന് അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. കർത്താവ്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പല പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അവിടുന്ന് വെളിപ്പെടുത്തിയല്ലോ. വിവാഹമെന്ന കൂദാശ മാന്യമായി സ്വീകരിക്കുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ, വിവാഹമെന്ന കൂദാശയിൽ പവിത്രമായി പരിശുദ്ധമായി സ്വീകരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവവചനമനുസരിച്ച് യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഒരു കുടുംബജീവിതം, ഒരു വിവാഹ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ ആശീർവദിക്കണം, വിശുദ്ധീകരിക്കണം. യേശുവെ, അവിടുന്ന് അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു കുടുംബജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കണം. കനാവിലെ കല്യാണ വീട്ടിൽ എഴുന്നള്ളി വന്ന് ആ വിവാഹത്തെ ആശീർവദിച്ച കർത്താവായ യേശുവെ, വിവാഹ ജീവിതം നയിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവരെയും അവിടുന്ന് പരിശുദ്ധാത്മാവ് മാത്രം ദൈവവചനമനുസരിച്ച് ഒരു കുടുംബജീവിതം നയിക്കാൻ സഹായിക്കണം. മാതാപിതാക്കളെ അനുസരിച്ച്, മാതാപിതാക്കൾ വിധേയപ്പെട്ട് അവരുടെ ആശീർവാദം സ്വീകരിക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിരുന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Christmas.